ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായി കേട്ടോ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം ഒരുപാട് കാരണങ്ങളാണ് കേട്ടോ, ഒരു കാരണമൊന്നുമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന അവസ്ഥയിൽ ചില പ്രത്യേക സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായത് കാരണം എനിക്ക് ലോങ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാത്തിനും ഉപരി നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ചില സമയത്ത് എത്ര മോട്ടിവേഷനൊക്കെ ഉണ്ടായാലും ഒന്നും ഏൽക്കാത്ത ഓരോ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലേ. അപ്പം എനിക്ക് കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ അങ്ങനെ തുറന്നു പറയാൻ പറ്റിയില്ല എന്ന് വരും. എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് വ്ളോഗാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് കിട്ടുന്നത് എനിക്ക് റെഗുലറായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ സ്റ്റിച്ചിങ് തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പീസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നിർത്തി. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് അത് നിർത്തിയിട്ട് കിട്ടുന്ന കസ്റ്റമേഴ്സിൻ്റെത് മാത്രം എടുത്തുകൊണ്ടിരുന്നു, പുറത്തുനിന്നൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനത് വീണ്ടും ഷെഡ്യൂൾ ചെയ്ത് വളരെ കുറച്ചാക്കി കേട്ടോ. അതായത് വളരെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. അതായത് വല്ലപ്പോഴും കിട്ടുന്ന ആ ഒരു സ്റ്റിച്ചിങ് അത് മതി അങ്ങനെ വിചാരിച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് പണ്ടൊക്കെ ശ്വാസം മുട്ടൽ, അതായത് പൊടി അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാറി വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ, തനിയെ തന്നെ മാറിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും എനിക്ക് പൊടി അലർജിയും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീട് മാറിയപ്പോൾ ഇപ്പോൾ മാറി വന്ന വീട്ടിൽ കുറച്ച് പൊടിയും അങ്ങനെയൊക്കെ കുറച്ച് സാഹചര്യങ്ങളുണ്ടായപ്പോൾ വീണ്ടും എനിക്ക് അലർജിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അത് കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറേ സ്റ്റിച്ചിങ്ങൊക്കെ അങ്ങ് നിർത്തി. പിന്നെ പ്രധാനമായിട്ടും ഇതിനൊക്കെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ ഒരു ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കുറേയൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും തുടങ്ങും. അപ്പോൾ എന്തായാലും സ്റ്റിച്ചിങ് ആയിട്ടല്ല, ഒരു ഓൺലൈൻ സ്റ്റിച്ചിങ് മാത്രം അങ്ങനെ ആയിരിക്കും കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് കുറഞ്ഞത് കാരണമാണ് ഞാൻ ലോങ് വീഡിയോസൊന്നും അധികം പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചയോടുകൂടിയാണ് കേട്ടോ നമ്മുടെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചയായി. അപ്പോൾ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല എണ്ണയിൽ ഇങ്ങനെ മെത്ത പോലെ പൊരിച്ചെടുത്ത മുട്ടയാണ്, ഓംലെറ്റാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതും ചമ്മന്തിയായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്കും എൻ്റെ മോനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോയി, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ വെച്ച് കണ്ട് ആ ഒരു ഫുഡൊക്കെ ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഞാൻ മുമ്പൊക്കെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ട് സമയം പോകുന്ന അല്ലാണ്ട് ഒരു കാര്യത്തിലോട്ടും കാലെടുത്ത് വെക്കുന്ന ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കുറേ അങ്ങ് നിർത്തി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ കാണും. പ്രധാനമായിട്ടും ഞാൻ ടി വി കാണാറില്ല. എനിക്ക് ടി വി കാണുന്നതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് കാണുമായിരുന്നു കേട്ടോ, കാർട്ടൂണും സീരിയലും ഒക്കെ. പണ്ടത്തെ എല്ലാം, ഞാനൊരു 90 കിഡ്സാണ്. അപ്പോൾ അപ്പോഴുള്ള എല്ലാ ടി വിയിലുള്ള പ്രോഗ്രാമൊക്കെ കാണുമായിരുന്നു. പിന്നെ ഇങ്ങോട്ട്, അതായത് എൻ്റെ ഒരു ടീനേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്കങ്ങോട്ട് ടി വിയോട് ഒരു താല്പര്യം ഇല്ലാണ്ടായി കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, അങ്ങനെയൊക്കെ പിന്നെ അതിലോട്ട് തിരക്കൊക്കെ പോയ പിന്നെ ഒട്ടും ടി വി കാണാണ്ടായി. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ കടന്നു വന്നതോടുകൂടി പിന്നെ ഫോണിലായി കേട്ടോ കളി. എത്രയും ശരിക്കും യൂട്യൂബ് വന്നതോടുകൂടിയാണ് കേട്ടോ പിന്നെ യൂട്യൂബിലോട്ട് അഭയം പ്രാപിച്ചു. പിന്നെ എനിക്ക് ടി വി കാണുന്നതിനോടേ താല്പര്യമില്ല. വല്ലപ്പോഴും ഒരു ഫിലിമൊക്കെ പോയിട്ട് തിയേറ്ററിൽ പോയി കാണും, അത്ര തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യാൻ എടുത്ത് വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ തന്നെ ഒരു ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ കുഞ്ഞമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. കുറേ നാളായി തന്നിട്ട്. അപ്പോൾ ഇതുവരെയും ഞാൻ ഇത് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഡയറ്റൊക്കെ ചെയ്ത് ഒരുവിധം തടിയൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വരായിരുന്നു കേട്ടോ. അപ്പോൾ ആ തടിയൊക്കെ കുറഞ്ഞിട്ട് ആ പുതിയ അളവിൽ തയ്ക്കാമല്ലോ എന്ന് കരുതി മാറ്റി വെച്ച് കുറേ നാൾ കൊണ്ട് ഇതെൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. വണ്ണമൊക്കെ കുറഞ്ഞ് ഒരുവിധം ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, എന്നാൽ കുറച്ച് കുറയ്ക്കുകയും വേണം. പക്ഷേ ഇനിയും കുറയാൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഈ തുണി ഇരുന്നിരുന്ന ഒരു പരുവവും കേട്ടോ. മാത്രമല്ല ഞാനിപ്പോൾ പുതിയ ഡ്രസ്സുകളൊന്നും തയ്ക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പുതിയ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ കുറവായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആദ്യം എനിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അതേ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ പാൻറ്റിനുള്ള തുണിയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ടോപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാനിതിൽ ഈ ഒരു ചാനലിൽ വ്ളോഗ് വീഡിയോസ് മാത്രമാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ്, സ്റ്റിച്ചിങ്ങിൻ്റെ ഫാഷൻസും വീഡിയോസ് ഒക്കെ എനിക്ക് മലയാളി ക്രിയേറ്റീവ് സെൻസ് എന്ന് പറയുന്ന ഒരു ചാനൽ കൂടെ ഉണ്ട് കേട്ടോ. ചാനൽ കൂടെ അല്ല, അതാണ് എൻ്റെ ആദ്യത്തെ ചാനൽ, എൻ്റെ മോണിറ്റൈസായ ആദ്യത്തെ ചാനൽ അത് മാത്രമാണ് കേട്ടോ, ഒരേ ഒരു മോണിറ്റൈസായ ചാനൽ. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇനി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് സ്റ്റിച്ചിങ് പഠിപ്പിക്കാനും അതുപോലെ ഈസി ട്രിക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ ഒരു ചാനലിലേക്കായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാനലിൽ കൂടെ നിങ്ങൾ മലയാളി ക്രിയേറ്റീവ് സെൻസ് എന്ന് പറയുന്ന ചാനലിൽ കൂടെ പറ്റുമെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ തകർത്ത് വെച്ച് തയ്ക്കുകയാണ് കേട്ടോ, തയ്ച്ചെടുക്കാൻ പോവുകയാണ്. ഇനി കുറച്ചധികം മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് മോഡൽസൊക്കെ ഉണ്ടാക്കി പാറ്റേൺസൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കണം. അപ്പം ആ ഒരു ത്വരയിൽ ചാടി പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം തോന്നുമ്പോൾ തന്നെ നമ്മളിതിനായിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ചൂടങ്ങ് പോകും. അപ്പോൾ അത് കാരണം തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ എവിടെ കൈവച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കേട്ടോ. തയ്ച്ച് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മോട്ടോറിൻ്റെ എൻ്റെ മോട്ടോറിൻ്റെ കാർബൺ പോയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് തീ കത്തുന്നത്. പിന്നെ ഞാൻ അധികം സ്റ്റിച്ച് ചെയ്യാനിരുന്നില്ല. പിന്നെ ഈ ക്ലിപ്പും റബ്ബറും ഒക്കെ എൻ്റെ പണി സാധനങ്ങളാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡൊക്കെ കെട്ടി വെക്കാനുള്ള ഉപകരണങ്ങളാണ് അതൊക്കെ. പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ നിർത്തി വെച്ചു. നേരെ സന്ധ്യ ആയപ്പോഴേക്കും ഇനി രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പുറത്ത് പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മീനൊക്കെ വാങ്ങിയിട്ട്. ഇപ്പോൾ ഒരു മാസത്തിനിടയിൽ ഈ ഒരു വീഡിയോ എടുത്ത ആ ദിവസം മാത്രമാണ് കേട്ടോ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പം മീൻ കിട്ടുന്നില്ലല്ലോ. മീൻ കടലിലെ പ്രശ്നങ്ങളും ഒരുപാട് കാരണങ്ങൾ പറയുന്നതുകൊണ്ട് മീൻ കഴിക്കരുതെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ മീൻ വാങ്ങാറേ ഇല്ല. പക്ഷേ ഈ വാങ്ങിയ ദിവസം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് അന്നൊരു ദിവസം കഴിച്ചത് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് എനിക്ക് മീനേ കിട്ടിയിട്ടില്ല. മിക്കവാറും ദിവസങ്ങളിൽ മുട്ടയും ചിക്കനും ഒക്കെ മാറി മാറി കഴിച്ച്. സാധാരണ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ തുടർച്ചയായിട്ട് ചിക്കൻ തന്നെ കഴിച്ച് വന്നപ്പോൾ ശരിക്കും മടുപ്പ് തോന്നി തുടങ്ങി കേട്ടോ. മീനാണെങ്കിൽ അങ്ങനെ നമുക്ക് മടുക്കില്ലല്ലോ. ഡെയിലി നമ്മളിങ്ങനെ മാറി മാറി പല ഐറ്റം മീൻ കറിയും പൊരിച്ചതും ഒക്കെ ആയിട്ട് കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ദിവസമാണ് എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മീൻ മാത്രം പോരാ, നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കിട്ടണം. അപ്പോൾ അത് കാരണം നോക്കിയപ്പോൾ വലിയ പച്ചക്കറിയൊന്നും ഫ്രിഡ്ജിലില്ല. പിന്നെ ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ. ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് വലിയ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രം മതി കേട്ടോ, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് സാമ്പാറൊക്കെ വെച്ചെടുത്ത് മീനൊക്കെ പൊരിച്ചെടുത്ത് കേട്ടോ. നല്ല മണമായിരുന്നു കേട്ടോ. ഈ ഒരു മീൻ പൊരിക്കുന്ന സമയത്ത് വീടും ഫുള്ളായിട്ട് ഭയങ്കര മണമായിരുന്നു. അപ്പോൾ ആ ഒരു മണം വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നല്ല ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതും നമ്മളൊരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. നമുക്കൊരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണല്ലേ. അങ്ങനെ രാത്രി മീനൊക്കെ വറുത്തെടുത്ത് നല്ല സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും